ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അക്ഷയ തൃതീയ ദിനത്തിലെ പൂജാമുഹൂർത്തങ്ങളാണ് പറയാൻ വരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ സമയമാണ്. ആ സമയത്ത് നമ്മൾ പൂജ ചെയ്ത് അല്ലെങ്കിൽ നാമം ജപിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ ഫലസിദ്ധിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഏതാണ് ആ സമയമെന്ന്. കേരളത്തിൽ അന്നത്തെ ദിവസം രാവിലെ 6:04 മുതൽ 12:19 വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം പ്രാർത്ഥിക്കാനായിട്ട്. മഹാരാഷ്ട്ര പൂനെയിൽ രാവിലെ 6:03 മുതൽ 12:31 വരെ, ഡൽഹിയിൽ 5:33 മുതൽ 12:18 വരെ, ചെന്നൈയിൽ 5:45 മുതൽ 12:06 വരെ, തെലുങ്കാന ഹൈദരാബാദ് 5:46 മുതൽ 12:13 വരെ, മുംബൈയിൽ 6:06 മുതൽ 12:35 വരെ, ബാംഗ്ലൂർ 5:56 മുതൽ 12:16 വരെ, അഹമ്മദാബാദ് 6:01 മുതൽ 12:36. ഇനി ദോഹ ഖത്തർ അന്നേ ദിവസം രാവിലെ 4:52 മുതൽ 11:30 വരെ, കുവൈറ്റ് 4:59 മുതൽ 11:45 വരെ, ദുബായ് 5:37 മുതൽ 12:16 വരെ, അബുദാബി 5:42 മുതൽ 12:19 വരെയുള്ള സമയം, സൗദി അറേബ്യ 5:12 മുതൽ 11:50 വരെയുള്ള സമയം, ബഹ്റിൻ 4:54 മുതൽ 11:34. ഇതെല്ലാം രാവിലെയാണ്. ഷാർജ 5:36 മുതൽ 12:15 വരെ, ഒമാൻ 5:27 മുതൽ 12:03 വരെ, അമേരിക്ക 6 മണി മുതൽ 1:05 വരെ, ഓസ്ട്രേലിയ 8:47 മുതൽ 12 മണി വരെ, UK 5:16 മുതൽ 12:57 വരെ, സിംഗപ്പൂർ 6:56 മുതൽ 1:01 വരെ, സാംബിയ 6:20 മുതൽ 12:03 വരെ, മാലിദ്വീപ്സ് 5:54 മുതൽ 12:02 വരെയുള്ള സമയം. ഇതെല്ലാം രാവിലെ സമയമാണ് അക്ഷയ തൃതീയയുടെ അന്ന്. ആ സമയത്ത് പരമാവധി സമയം പ്രാർത്ഥിക്കുക. വിളക്ക് കത്തിച്ചു വെച്ച് അത്രയും സമയം കിടാവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നാമം ജപിക്കുക. ജോലി സ്ഥലത്താണെങ്കിൽ നാമം ജപിക്കുക. ഇപ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിന് മുമ്പായിട്ട് 6 മണി കഴിഞ്ഞുണ്ടല്ലോ, അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് സമയമെങ്കിലും ആ സമയം നോക്കി ഒന്ന് നാമം ജപിച്ചിട്ട് പോകുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ പൂജ ചെയ്യാനുള്ള അല്ലെങ്കിൽ നാമം ജപിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മുഹൂർത്തമാണ് പറഞ്ഞത്. ഈ സമയത്ത് നാമം ചൊല്ലി പ്രാർത്ഥിച്ചാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുക. മുമ്പത്തെ വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഏതൊക്കെ വസ്തുക്കളാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്, മേടിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. ഈ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കരുത്. നന്നായി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.